തിരുത്തണം, ഇല്ലെങ്കിൽ ഭരണം വളരെ വലിയ വില നൽകേണ്ടി വരും എന്നുകൂടി അറിയിക്കുകയാണ് ഇവിടെ. ഇന്ന് സമീക്ഷ എന്ന് പറയുന്ന പദ്ധതി എന്നോട് കാറിൽ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടുവരുമ്പോ എന്റെ പ്രിയ സുഹൃത്ത് 26 വർഷം സിനിമയിൽ എനിക്കായെങ്കിൽ ഷൗക്കത്തും ഷംസുവും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിനും അത്രയും വയസ്സുണ്ട്. 26 വർഷമായിട്ടുള്ള ആത്മബന്ധമാണ് ഷൗക്കത്തും ഷംസുവും ഷംസുവിന്റെ കുടുംബവും ഒക്കെ ആയിട്ടുള്ളത്. ആ ഷൗക്കത്തിനോട് പറയുകയാണ്, എന്റെ ഗ്രാമത്തിൽ, എന്റെ നഗരസഭയിലെ 33 വാർഡുകളിൽ ഇനി 35 വയസ്സിന് താഴെ SSLC 10ാം ക്ലാസ് വിദ്യാഭ്യാസം, സമാന്തര വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വൈകാരികത, ഞാൻ ഈ പദ്ധതിയുടെ വലുപ്പം അതിലാണ് കാണുന്നത്. കാരണം ഇവിടെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 1ാം സംസ്ഥാനം എന്ന ഖ്യാതി നേടി. അക്ഷരത അവിടെ നിന്നുപോയി. നമ്മൾ ആരും പിന്നെ ചകഞ്ഞന്വേഷിച്ചില്ല. ആ നേട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികൾ വമ്പിച്ച നേട്ടമായിട്ട് കൊട്ടിഘോഷിച്ചു. അക്ഷരങ്ങളോട് അടുപ്പമുണ്ടായി. അക്ഷരങ്ങൾ വരഞ്ഞാൽ അത് മനസ്സിൽ അക്ഷരമായി രൂപം പ്രാപിച്ചു. അങ്ങനെ 2 അക്ഷരം കൂടിയത്, കൂട്ടക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ അന്നേരവും ഈ സാക്ഷര കേരളം പഠിച്ചില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഇന്ന് വ്യസനിക്കേണ്ടത്. ആ കാര്യത്തിലാണ്. അമ്മ ഇപ്പോഴും അറിയില്ല. ഒരുപാട് അമ്മമാർ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞാൽ പെരുവഴിയിലാണ്. വൈകാരികമായിട്ടെങ്കിലും അവർ പെരുവഴിയിലാണ്. പേരക്കിടാങ്ങൾ, അവരുടെ അച്ഛനമ്മമാർ, ആ അമ്മ എന്ന് പറയുന്ന ഉത്ഭവ സ്ഥാനം, നമ്മുടെയൊക്കെ ജന്മത്തിന്റെ ഉത്ഭവം മറക്കുന്നു. ആ അമ്മയ്ക്കുള്ള ശാരീരികമായ ഘടനകൾ മുഴുവനുള്ള 5 വയസ്സ് തുടങ്ങി 6 വയസ്സിലെത്തി 7ലും 14ലും 19ലും 20ലും 30ലും 40ലും ഒക്കെ ഡൽഹിയിലെ പോലെ കൊടും ക്രൂരതകൾക്ക് ഇരയാവുന്ന സ്ത്രീ എന്ന അക്ഷരം നമുക്ക് കൂട്ടി വായിക്കാനാവുന്നില്ല. അപ്പോ അക്ഷരം കൊണ്ട് മാത്രം സമ്പന്നമായാൽ പോരാ. അക്ഷരങ്ങൾ ചേർന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദിവ്യ വാക്കുകൾ, അതിന്റെ വൈകാരികത നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒരു ക്രൂര സമൂഹം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കറിയാം, അക്ഷരം പഠിച്ചും കൂട്ടക്ഷരം പഠിക്കാതെയും പോയതിന്റെ പേരിൽ ഇന്നൊരു പക്ഷേ സമീക്ഷയിലേക്ക് വലിയ വോളിയുമാണ് വന്ന് പഠന ക്ലാസുകളിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് ഷൗക്കത്തിന്റെ പിന്നാലെയും ഇവിടുത്തെ നഗരസഭയുടെ പിന്നാലെയും നടക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കാത്തത് കൊണ്ട് മാത്രം 65 വർഷത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചതിന്റെ ലക്ഷണമാണ് നമ്മൾ അവിടെ കാണുന്ന ഖനം. എല്ലാവരും അറിഞ്ഞിരിക്കണം, അക്ഷരങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, വാക്കുകൾ അറിയണം. അതിന്റെ യഥാർത്ഥ അന്തസത്ത, അതിന്റെ സത്യസന്ധത, അതിന്റെ നിഷ്കളങ്കത, അതിന്റെ ശക്തി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അറിവ് നേടിക്കൊണ്ട് നമ്മൾ നിശ്ചയിക്കുന്ന ഭരണം, നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണ നേതാവിനും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല എന്ന് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും സമ്പന്നരായിരിക്കണം. വാക്കുകളുടെ കാര്യത്തിൽ, അതിന്റെ വികാരത്തിന്റെ കാര്യത്തിൽ നന്നായി സംസാരിക്കണം. അത് ഏത് മോനായാലും മുഖത്ത് നോക്കി സംസാരിക്കണം. കാരണം നമുക്ക് അവരുടെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. നമ്മൾ നൽകുന്ന വോട്ട് അവർക്ക് ലഭിക്കുന്ന ഔദാര്യമാണ്. മര്യാദയ്ക്ക് ഭരിക്കണം. ഇത് പറയണമെങ്കിൽ എന്നെ അക്ഷരാഭ്യാസം പഠിപ്പിച്ച്, എന്നെ നല്ല സ്കൂളിൽ അയച്ച്, എനിക്ക് നല്ല അക്ഷരക്കരുത്തും വാക്കരുത്തും, അത് ഒരുപക്ഷെ സിനിമയിൽ പോലും എനിക്ക് ഒരുപാട് ജോഷിയെ പോലെയുള്ള മഹാന്മാരായ ഗുരുക്കന്മാരുണ്ട്. എന്നെ ആദ്യ അക്ഷരം പഠിപ്പിച്ച് ഗ്രേസ് എന്ന് പറയുന്ന ടീച്ചറിൽ തുടങ്ങി എന്നെ ഇത്രയും കാലം എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ കെട്ട കാര്യങ്ങളും പഠിപ്പിച്ച എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ നിന്ന് നമിക്കുകയാണ്. എന്ന് പറയുമ്പോൾ തന്നെ സമീക്ഷ എന്ന് പറയുന്ന പദ്ധതിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി കുറിക്കപ്പെടേണ്ട ഒരു തുടക്കം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ വേദി തന്നെയാണ്. അവരോട് നന്ദി പറയാനും അവരെ നമിക്കാനും പറ്റിയ വേദി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നിങ്ങൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഷൗക്കത്ത് അടക്കമുള്ള ഈ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി കേരളത്തെ മുഴുവൻ വശീകരിച്ച് മയക്കി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയാണ്. അതുകൊണ്ടാണ് എന്റെ ദൈവം നക്കിപ്പോയ ജീവിതത്തിൽ അവശേഷിച്ച് കിട്ടിയ ഈ ഒരു ദിവസം ഞാനിവിടെ ഓടിയെത്തിയത്. തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ പദ്ധതിയാവണം. കുടുംബശ്രീ പോലെ ഒരു വമ്പൻ പദ്ധതിയാവണം. അക്ഷയ പോലെ ഒരു വമ്പൻ പദ്ധതിയാവണം. നമുക്ക് മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. അറിവില്ലായ്മയിൽ ഒരുപാട് അബദ്ധങ്ങൾ സൃഷ്ടിച്ചുള്ള ജീവിതം നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ സമീക്ഷ വാനോളം ഉയരണം. സമീക്ഷയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും തിളക്കത്തിന് വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി ഈ വേദിയിൽ നിന്ന് കൊളുത്തിവെച്ച വിളക്കിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ഷൗക്കത്തിനെയും ഷൗക്കത്തിന്റെ ടീമിനെയും നഗരസഭയും തീർച്ചയായിട്ടും ഈശ്വരൻ കൂടുതൽ അനുഗ്രഹിക്കും. നല്ല നല്ല പദ്ധതികൾ ഒരുപാടുണ്ടാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഭരണത്തിന്റെ ഭാഗമാകാൻ ഇങ്ങനെയുള്ള സത്പ്രവർത്തികൾ മാത്രം മതി. അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിലമ്പൂർ നഗരസഭയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്കെന്റെ സ്നേഹം വാരിക്കോരി ദാ വന്നു. നിങ്ങളുടെ എല്ലാവരുടെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്നവരുടെയും നിലമ്പൂർ നഗരസഭയുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടുകൂടെയും ആദ്യമായി പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ 2013 ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളുടെയും തത്സമയ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്ന വെബ്കാസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ നിലമ്പൂരിന്റെ ചരിത്രമായി ഒരുപക്ഷെ കേരളം ഇനി സ്വീകരിക്കാൻ പോകുന്ന സമീക്ഷ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി 6-ാം തീയതി ശ്രീ ശശി തരൂർ ഉദ്ഘാടനം ചെയ്യുന്ന സമീക്ഷ എന്ന പരിപാടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ പ്രാരംഭ നടപടിയായ പഠനോപകരണ വിതരണം ഇവിടെ ചെയ്യാൻ പോകുന്നതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആവേശത്തിന്, സ്നേഹത്തിന്, എല്ലാറ്റിനും നന്ദി അറിയിക്കുന്നു. നന്ദി, സ്നേഹം, നമസ്കാരം. താങ്ക് യു സാർ. അടുത്ത വർഷം ഞാൻ പറഞ്ഞു വരും. അടുത്ത വർഷം ഒരു ദിവസം കലാപ്രകടനത്തിന് എന്റെ ടീമിന്റെ ഒരു കലാപ്രകടനത്തിന് അവസരം ഷൗക്കത്ത് 50,000 പേര് കൂടുന്ന സ്ഥലം ഒരു 75,000-ന് 1,00,000-ന് ഒരുക്കി വെച്ചിട്ട് വിളിക്കണം, ഒരു അവസരം നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഫീഡ്ബാക്ക് എവിടെയുള്ളത്? ഫീഡ്ബാക്ക് കേൾക്കാൻ പറ്റുന്ന എവിടെ? സൈഡിലാവുള്ള അല്ലേ? ഇത്രയും ദൂരം സംസാരിച്ചിട്ട് പാടാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും വെള്ളി വീണാൽ കൂവരുത്, ശ്രമിക്കാം. ആദ്യം പാടിയിട്ട് പ്രസംഗിച്ചെങ്കിൽ കുറച്ചുകൂടി നന്നായനെ. ഓ, എന്നാ പിന്നെ സ്വർണം വീഴ്ത്താം. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை, நீருக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை, நில்லாமல் வீசிடும் பேரலை, நீருக்குள் மூழ்கிடும் தாமரை, பொன்வண்ணம் சூடிய காரிகை, പെണ്ണേ നീ കാഞ്ചനൈ. താങ്ക് യു സാർ. പഠിതാക്കൾക്കുള്ള ആദ്യ പാട്ട്